ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 2 റെസിപ്പികളുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെണ്ടയ്ക്കയും മുട്ടയും വെച്ചിട്ടുള്ള ഒരു തോരനും അതേപോലെ തന്നെ ചിക്കൻ കറിയേക്കാൾ അടിപൊളി ടേസ്റ്റുള്ള ഒരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഈ 2 റെസിപ്പികളും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ വെണ്ടയ്ക്കയും മുട്ടയും ചേർത്തിട്ടുള്ള ഒരു തോരനാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായും കാണണേ. ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യുടെ രുചി ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഒഴിവാക്കാവുന്നതാണ്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പെരുംജീരകം, 1 ടീസ്പൂൺ അളവിൽ കുരുമുളക്, ഒരു ചെറിയ കഷ്ണം പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം. നെയ്യിൽ കിടന്ന് ജീരകമൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ചേർക്കേണ്ടതുണ്ട്. മീഡിയം സൈസ് സവാളയാണെന്നുണ്ടെങ്കിൽ 2 സവാള കൊത്തി അരിഞ്ഞതും, വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ 1 സവാള കൊത്തി അരിഞ്ഞതും ചേർക്കാവുന്നതാണ്.
ഇനി സവാള ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കശ്മീരി മുളക് പൊടി ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കശ്മീരി മുളക് പൊടിയല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പിഞ്ച് മാത്രം മുളക് പൊടി ചേർത്താൽ മതിയാകും. ഒരുപാട് എരിവിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നമ്മുടെ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ തോരൻ്റെ കൂട്ട് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട ചേർക്കേണ്ടതുണ്ട്. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി നന്നായി കൂട്ടി യോജിപ്പിക്കുക. ഇനി നമുക്ക് നമ്മുടെ മസാലക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് പൊടിയായി ചിക്കിയെടുക്കാം. നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ മുട്ടയാണെന്ന് തോന്നിപ്പിക്കാത്ത വിധം വളരെയധികം പൊടിയായിട്ട് തന്നെ വേണം കേട്ടോ ഇത് ചിക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലിവിടെ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തും ഇത് മാറ്റി വെക്കാം. ഇനി മറ്റൊരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ വെണ്ടയ്ക്ക കഷ്ണം എല്ലാം നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കി അരിഞ്ഞതിന് ശേഷം നന്നായി വെള്ളം തോന്നുന്നതിന് ശേഷം മാത്രമേ നമ്മൾ അടുപ്പത്ത് വെക്കാൻ പാടുള്ളൂ. വെണ്ടയ്ക്കയിൽ ഒരു തുള്ളി വെള്ളം പോലും കാണാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്ത് നല്ല രീതിയിൽ കിട്ടില്ല. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക കഷ്ണങ്ങളൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അധികം മൂത്ത് പോകാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക.
ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ മസാലക്കൂട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ മസാല 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യൂണിറ്റ് ടേസ്റ്റിൻ്റെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. യൂണിറ്റ് ടേസ്റ്റിൻ്റെ ചിക്കൻ മസാല എല്ലാ ചിക്കൻ മസാലകളെയും പോലെയല്ല, നല്ലൊരു ഒതൻറ്റിക് ടേസ്റ്റ് തരുന്ന ചിക്കൻ മസാലയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മസാലക്കൂട്ടും വറുത്ത വെണ്ടയ്ക്കയും കൂടെ നന്നായി കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള വെണ്ടയ്ക്കയും മുട്ടയും ചേർത്തിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ മുട്ട ചേർത്തിട്ടുണ്ടെന്ന് തോന്നുകയില്ല. മുട്ടയുടെ ഒരു ടേസ്റ്റും ഇതിൽ എടുത്തറിയാൻ ബാക്കിയില്ല. അതേപോലെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഒരു തവണ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കാനായിട്ട് തോന്നും. വെണ്ടയ്ക്ക ഒട്ടും ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോവാം. ഇതിനായി ഞാൻ ആദ്യം തന്നെ അടുപ്പത്തേക്ക് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പെരുംജീരകത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. പെരുംജീരകത്തിൻ്റെ കൂട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 12 കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. വലിയ സവാളയാണെങ്കിൽ 2 സവാള ചെറുതായി കൊത്തിയരിഞ്ഞതും, ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ 3 സവാള കൊത്തിയരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. കളർ മാറുന്നത് വരെ ഒന്ന് വഴട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളരിക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തടിയൻക അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മത്തങ്ങ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. നന്നായി കൂട്ടി യോജിപ്പിക്കാം.
ഇനി ഇതിലേക്ക് വാഴയ്ക്ക ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. വാഴയ്ക്ക ഞാനിവിടെ ചെറിയ വാഴയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ എടുക്കാവുന്നതാണ്. വാഴയ്ക്ക അരിയുമ്പോൾ വളരെ ചെറുതായി തന്നെ അരിയാൻ ശ്രദ്ധിക്കുക. വാഴയ്ക്കയ്ക്ക് നന്നായി കറയുള്ളത് കൊണ്ട് തന്നെ കറയൊക്കെ കളഞ്ഞ് വൃത്തിയായി അരിഞ്ഞതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വേവിച്ചെടുക്കാം. വിസിലിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ വേവിച്ചാൽ മതിയാകും. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായി ഞാൻ ആദ്യം തന്നെ അടുപ്പത്തേക്ക് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പച്ചക്കറി ഏതാണ്ട് പാതി വേവായിട്ടുണ്ട്. മുഴുവനായി വേവിക്കേണ്ട ആവശ്യമില്ല, പാതി വേവിച്ചാൽ മതിയാകും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. 286 ml കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു കപ്പോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എടുത്താൽ മതിയാകും.
ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പ്രഷർ അടുപ്പിച്ചിട്ട് വരാം. ഇപ്പോൾ ഒരു പ്രഷർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി കുറുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഒരു അര തേങ്ങയുടെ 1/4 പാലാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് മാത്രമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ നെയ്യ് ഒന്ന് ഉരുകി വരട്ടെ. ഇപ്പോൾ നമ്മുടെ നെയ്യൊക്കെ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ നെയ്യിൽ നമ്മുടെ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഈ ഒരു ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുമ്പോഴാണ് കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കണം. എനിക്കപ്പോൾ ആ ഒരു ക്ലിപ്പ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പം ഇതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഇതിനൊരു പ്രത്യേക ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ള 2 റെസിപ്പീസും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിക്കും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ടാപ്പ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.